हेलो। तेरी आंखों की खजाने में छिपा था मुसाफिर का दरिया और तेरे दिल के खजाने में वो दरिया का नमक. ഹലോ, നിങ്ങളിപ്പോ താമസിക്കുന്ന മുറിയിൽ പണ്ട് പാർത്തിരുന്നൊരു പാവം ജിന്ന. Who? Jinn? What do you mean? നിങ്ങൾ ബേജാറാവില്ലെന്ന് വെറുതെ ഒന്ന് കളറാക്കാൻ പറഞ്ഞല്ലേ. ഞാനാ പണ്ട് ഇവിടെ താമസിച്ചിരുന്നത്. നിങ്ങളിപ്പോ എവിടെയുണ്ട്? നമ്മൾ ഈ ഭൂമിയിലൊക്കെ തന്നെ ഉണ്ടെന്ന്. ശരിക്കും എവിടാന്ന് ചോദിച്ചാ എനിക്ക് എന്നെ വലിയ പിടിയില്ല. ഈ കാലെന്നെ കൊണ്ട് അങ്ങ് പോവുക. അതേ കയറി ഞാനും അങ്ങ് പോവുക. ഇവിടെ നിങ്ങളുടെ സാധനങ്ങളൊക്കെ എത്ര പെട്ടെന്ന് മാറ്റണം? അതൊന്നും എന്റേതല്ല, ധൈര്യമായിട്ട് മാറ്റിക്കോളൂ. ഞാനവിടെ താമസിക്കുമ്പോൾ എൻ്റെ കൂടെ താമസിച്ചവരൊക്കെ ഇപ്പൊ നിങ്ങളവിടെ താമസിക്കുമ്പോൾ അതെല്ലാം നിങ്ങളെ വേണമെങ്കിൽ എടുക്കാം, ഇല്ലേ കളയാം. സഹിയാണ്. എനിക്ക് നിങ്ങളുടെ സാധനങ്ങളും വേണ്ട, നിങ്ങളുടെ സാഹിത്യം കേൾക്കണ്ട. ഇതൊക്കെ എടുത്തോണ്ട് പോയാൽ മതി. അതൊന്നും നിങ്ങൾ ഉപദ്രവിക്കൊന്നുമില്ല. അതല്ല, ഞാൻ തന്നെ ഒന്നെടുത്ത് മാറ്റണമെങ്കിൽ കുറച്ചൊന്ന് കാത്തിരിക്കണം. നാളെ രാവിലെ വരെ ഞാൻ വെയിറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ കത്തിക്കും. ഞാൻ വിട്ടു. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിയും. ഞാൻ പത്രോസിനെ വിളിക്കും. എന്താണ് വേണ്ടേ? എനിക്ക് പത്രോസിനെ വേണം. എനിക്ക് പോണെന്ന്. എങ്ങോട്ട്? എനിക്ക് ദൂരെ പോണോ? അത് പറയണ്ടേ. പത്രോസേ, നീ പാറമേലോ പറമ്പിലോ പോയി തൂറ്. എന്റെ കത്തി തൂറാ എന്നാത്തിനാ കത്തി? വെള്ളം പോരായോ? പെട്ടെന്നല്ലേ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഒട്ടും ബദലുകളില്ല, വെറുമൊരു വിരുദിന് തറുതല പറയരുതാടലിന് മുതിരരുതേ. ഹരിതിരികളെ ദരിദ്രികളെ ദുരിതിരികളേകിലരുതരി ഒന്നിൻ 20 പട്ടിനി വരും അത് പഴമൊഴി കരുതന്നെ മേടിച്ചിരുതേ. ഇനി അമ്മച്ചൊന്ന് പഠിക്കും. ഇനി നമ്മുടെ അന്നമ്മ പാടും. പഠിക്കും. കരുതരി കളയരുത്, കരുതരി കളയരുത്. ഇനി ചേട്ടൻ ഒരു മാജിക് കാണിച്ചു തരാം. ഇതാ ഡൈസ. ഇത് ആപ്പിളല്ലോ. അപ്പന്റെ കത്തി. പിടിക്കടാ. പത്രോസാപ്പയല്ലേ. അപ്പൊ അടുത്ത അമ്പ് വരുന്നതാണ് മോടെ അസുഖമൊക്കെ മാറിയിട്ട് നമുക്ക് ഒന്നിച്ച് പള്ളിപ്പോ. കേട്ടറി അന്നമ്മേ. പത്രോസേ വാ. അപ്പം പോവാണോ? ഞങ്ങൾ പോയിട്ട് പോരാം. മോൾ ഉറങ്ങിക്കോ. സാറേ, വണ്ടി ഒന്ന് നിർത്തിക്കേ. നിർത്ത്. സാറേ, ഇത് അങ്ങാട് പിടിച്ച് മത്സ്യനെ കാണണം, മാനത്തണ്ണി കാണണം എന്ന് പറഞ്ഞിട്ട് പാതിരാക്കി കടൽ കാണിക്കാൻ ഇറങ്ങിയതേ കട്ടിരമ കിടക്കണ കൊച്ചിനോർത്തിട്ടാണ്. എന്നിട്ട് എന്നോടിമാര് ഉച്ചാണ്ടി പണിക്ക് കയറിട്ടെ സാറേ. സാറിന് ഒറ്റാൽ വെക്കണമെങ്കിൽ ലോഡ്ജിന് പോയി റൂം എടുക്കുന്നേ. പത്രോസിന് പ്രശ്നം ഇപ്പം എന്നാ? കാറിലിരിക്കുന്ന ആ കുട്ടിയാണോ? അത് നമ്മുടെ സ്വന്തം കുട്ടിയാണ് പത്രോസേ. പത്രോസും സ്വന്തം കുട്ടിയായിട്ട് കണ്ടാൽ മതി. നടക്കൂലേ സാറേ? സാറ് അങ്ങാട് പിടിച്ചേ. പത്രോസിനെ ദീനം പിടിച്ച കുഞ്ഞ്. അപ്പ എനിക്ക് നക്ഷത്രങ്ങൾ കാണുമെന്ന് പറഞ്ഞാൽ പത്രോസ് എന്നായി? ആകാശത്ത് വിരിഞ്ഞു നിൽക്കുന്ന മുഴുവൻ നക്ഷത്രങ്ങളെയും കാണിച്ചു കൊടുക്കത്തില്ലായിരുന്നു. അതുപോലെ ഉള്ളൂ ഈ കുഞ്ഞിനെ നടുക്കടലിൽ പോകണമെന്നും മത്സ്യകന്യയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളായിട്ട് അതങ്ങ് സഹായിച്ചു കൊടുക്കണ്ടായി. ഒരു ചെറിയ ആഗ്രഹം. എൻ്റെ സാറേ, 10-16 വർഷമായി ഞാൻ ഈ കടലിൽ പോകാൻ തുടങ്ങിയിട്ട്. ഞാനിതുവരെ മത്സ്യകന്യനെ നീ കണ്ടിട്ടില്ല. ഇന്ന് കണ്ടാലോ? എൻ്റെ സാറേ, ഇതൊക്കെ വെറും തോന്നലല്ലേ? എല്ലാം ഓരോ തോന്നലല്ലേ പത്രോസേ? താനും ഞാനും ഒക്കെ ആരുടെങ്കിലൊക്കെ തോന്നലാണെങ്കിലോ?
ഇതാ നോക്ക്, കരയിലിറങ്ങി വന്നിരിക്കുന്ന മത്സ്യകന്യക. എന്താ ലുക്ക്! വാ. ഇത് പത്രോസ്, ഇത് ക്യൂൻ മേരി. ഒന്ന് പോ സാറേ, എന്റെ പേര് മറിയം എന്നാ. ഈ സാറാ എന്നെ കൂനിമേരി എന്ന് വിളിക്കുന്നത്. എൻ്റെ പേര് മത്തായി എന്നാണ്. സാറേ, ഉപ്പ് നോക്കണേ. ഉപ്പിന്റെ നടുക്ക് കിടക്കുമ്പോ ഉപ്പ് എന്തിനാണ് എൻ്റെ ഉപ്പേ? അല്ല, ഇതിപ്പോ എന്താണ് പാതിരക്ക് കടൽ കാണണമെന്നൊരു പൂതി? ഓ, അതൊക്കെ ഈ സാറിന്റെ ഒരു കാര്യം വന്നേ. രൂപത്തിനെ കടൽ കാണിക്കാൻ കൊണ്ടുപോകണ പോലെ എന്നെ ആരെങ്കിലും കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ന് നമ്മുടെ അടുത്തൊരു ഡയലോഗ്. അത് കേട്ടോണ്ട് നമ്മളിരിക്കുവോ? പൊക്കി എടുത്തോണ്ട് അതിൽ ഈ പൂതരായിക്കിങ് പോകുന്നത്. ഒരെണ്ണം ഒഴിച്ചു കൊടുക്കും പത്രോസേ. ഭയങ്കര നാണക്കാരിയാ. അയ്യോ നോക്ക് സാറേ, മത്സ്യകന്യക. അതെ, അത് കടൽ കാണിക്കാൻ കൊണ്ടുപോണ രൂപമാണ്. കർത്താവേ. അതിങ്ങനെ കടല് ചുറ്റും കരയിലും വെള്ളത്തിലുള്ളവരെ തുണച്ചോണേന്ന് കർത്താവ് കടലിനോട് പറയണം. പിന്നെ മീനിനോടും പറയും വലയിലോട്ട് കയറി ചെല്ലണം. കർത്താവ് പറഞ്ഞാലേ കടൽ കേൾക്കത്തുള്ളൂ. സാറേ, ഇവരെ ഏതാണ്? അവരാണ് മഗ്ദലേനക്കാരി മറിയം. അപ്പൊ സാറ് ക്രിസ്തുവാണോ? പത്രോസേ, സമയം എത്രയായി? കണക്ക് വെച്ച് നോക്കിയാൽ 16 ഭാഗം വന്നിട്ട് 12 മണിയായിട്ടുണ്ട്. കൃത്യം. കൃത്യം. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ കത്തിയെടുക്ക്. വാ, വന്നേ വന്നേ. ക്യൂൻ മേരി, മേരി കുട്ടി, എഴുന്നേറ്റേ. പത്രോസേ, കത്തി എടുത്തേ. ആ കത്തി അങ്ങോട്ട് പിടിച്ചേ. കത്തി എടുക്ക്. പ്രിയപ്പെട്ടവളെ, ക്ഷീണമില്ലാത്ത തിര പോലെ ജീവിക്കുക, കടലിനെ പോലെ ആയുസ്സുള്ളവളാവുക. ഇനി ആ കേക്ക് കട്ട് ചെയ്തേ. ആ, മീൻ കേക്കാണ്. കട്ട് ചെയ്തോ? എന്താണ് മേരി? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ മേരി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ മേരി, ഹാപ്പി ബർത്ത്ഡേ മേരി. എന്റെ സുന്ദരി, ഈ കടലിന് നിന്റെ കണ്ണീരിന്റെ ഉപ്പ് വേണ്ട. ഹാപ്പി ആയിട്ടിരിക്കണം. ജീവൻ ദേ ഇങ്ങനെ ചുമ്മാ നീണ്ട് നിവർന്ന് കിടക്കുമല്ലേ. വെള്ളിവലയും വീശിയകലെ തോണി തുഴയും തിങ്കളിവിടെ രാക്കടലിനടിയിലെ നിധിയുടെ നിലവറ തിരയുകയോ. ആതിര നിലാവിൻ്റെ പാൽത്തിരികളാടുമ്പോൾ താഴെയൊരു പാട്ടിൻ്റെ തേൻതിരകളാടുന്നു. എവിടെയോ വറയിലെവിടെയോ ചിറകിൽ മുറിവുമായി പിടയും അരിയ കിളിയിൽ അലിവേകും പട്ടുതിര, കുളിരാടും പട്ടുതിര, മനമാകെ തേൻ പകരാൻ ഒരു സ്വരനിര. പത്രോസേ, ആ, ടൈറ്റാനിക്കിലെ നായികയെ കണ്ടോ? വെറും പാവ. ഒരു പൂക്കാണ്ടി മോനാ കെട്ടിയത്. കെട്ടിയതിന്റെ പിറ്റേന്ന് മുതൽ അവൻ കൂട്ടിക്കൊടുപ്പോടി. പിന്നെ ഇത്രയും നാൾ അവൻ മേരിയെ വിറ്റ് പുട്ടടിച്ചു. 2 ആഴ്ച മുമ്പ് മേരിക്കൊരു പനി.
ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് മരുന്നില്ലാത്ത അസുഖം. എയ്ഡ്സാ. പത്രോസേ, മേരി കൊച്ചിന് ഒന്നൂടെ ഒഴിച്ചു കൊടുത്തേ. മേരി 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 സാർ, മേരി 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 അയാൾ മേരി ചാടിയതിൻ്റെ പുറകെ അയാൾ എടുത്ത് ചാടി. ചൂണ്ട വലിക്കും പോലെ ഒറ്റ വലിക്ക് ആഴത്തിലേക്ക് കൊണ്ടുപോണ കടലാണ്. അവള് തീരാൻ തന്നെ ചാടിയതാണ്. എവിടെ കിട്ടാനാണ്? കുറേ നേരം കഴിഞ്ഞ് അയാൾ നീന്തി കയറി വന്ന് ഒന്നും മിണ്ടാതെ ബോട്ടിൻ്റെ തുഞ്ചത്ത് പോയി കിടന്ന് കുറേ നേരം കരഞ്ഞു. ആദ്യമായിട്ടും അവസാനമായിട്ടും അന്നാണ് ഞാൻ അയാളെ കാണുന്നത്. ഈ പടമൊക്കെ എപ്പോൾ അയാൾ വരച്ചാണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പാ വാ, എൻ്റെ മോളാണ്. ഇവളിടയ്ക്ക് അങ്ങനെ ചോദിക്കും. വല്ലാത്തൊരു മനുഷ്യനായിരുന്നു. പതുക്കെ. അപ്പ ഇതാരാ? അന്ന് കൊച്ചിന് മേജിക്ക് കാണിച്ചെന്ന അങ്കിളില്ലേ, അങ്കിളിനെ അന്വേഷിച്ചു വന്നാണ്. എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകുന്നില്ല. ചേച്ചി അങ്കിളുടെ ആരാ? ഹലോ, ഇത് എന്തൊരു ഉറക്കായത്? ഞാനിത് ഇന്നലെ ലേറ്റായിട്ടാ കിടന്നേ. നമ്മുടെ ദേശാടന പക്ഷി എത്തിയിട്ടുണ്ട്. അന്വേഷിച്ച് നടന്നില്ലേ? ആള് കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുണ്ടെന്ന്. ഭയ പറയാനല്ലേ സൗകര്യം. ഓക്കെ, റിലാക്സ്. ആരും കണ്ടില്ല. ആ പോട്ടെ, കുഴപ്പമില്ല. ഞാൻ നോക്കിയപ്പോൾ ഗ്ലാസ് കൂട്ടിരിക്കുന്നു. എങ്ങനെയെന്നറിയില്ല. എന്നാലും വളരെ മോശമായി പോയിട്ടോ. നിനക്കൊരു മര്യാദ ഉണ്ട്. Good night. എന്താ അയ്യോ കൊല്ലത്തെ ഓടുവായോ അയ്യോ കടവുളെ എന്നെ കൊന്നേ. അയ്യോ അവനെ ചവിട്ടിയതാ. എന്തിനു പറ്റാ? അയ്യോ മോളെ മോളെ ഒന്ന് കൊടുക്കും മോളെ. കൊടുക്കാൻ മോളെ. അത് മതി, അത് മതി. അലക്കി. താങ്ക് യു. സൂപ്പർ മോളെ, സൂപ്പർ. சார் வெளியே நிற்கிற புல்லட் உங்களுதா சார்? അല്ല, ഫ്രണ്ടിൻ്റെ. சார் உங்களுக்கு புல்லட் சூப்பர் சார். 70 மாடல் புல்லட் என்கிட்ட இருக்குது சார். வேணும்னா சொல்லுங்கள்.
വേണ്ട, ഞാൻ ഒരു കാർ വാങ്ങാനുള്ള പ്ലാനാ. சார் கார் டேஞ்சர் சார், பைக்கு தான் சேஃபு. നേരെ തിരിച്ചല്ലേ? சார் ஒரு லாரி டக்குன்னு முன்னாடி வந்துச்சுன்னா கார் டமால் வச்சிரு சார். பைக் அப்படி இல்லை சார், குறுக்கு நடக்க பூந்தே எஸ்கேப் ஆயிடலாம் சார். എന്താ കുഴപ്പം? ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ലേ? കുഴപ്പമില്ല. ഇല്ല, അതിൽ ഉണ്ട്. ആ, ആ പഴയ ഗ്യാങ്ങായിട്ട് പ്രശ്നമുണ്ടായി. എന്ത് പ്രശ്നം? അതിൽ ഓർത്തൻ വീട്ടിൽ കയറിയിട്ട് അമ്മേനെ പേടിപ്പിച്ച്. എന്തോ ദീപാവലിന് മുമ്പേ എന്നെ കുത്തുന്നോ എന്നെ കൊള്ളുന്നോ ഞാൻ അമ്മേൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ച്. ഇപ്പോൾ അമ്മ പേടിച്ചിട്ട് ഡൽഹിയിലേക്ക് അയക്കുന്നില്ല. പോയാൽ നിനക്ക് ബിസിനസ്സിന് ഗുണമുണ്ട്. പിന്നെ സീസണല്ലേ. എന്നാൽ ട്രിപ്പ് മുടക്കണ്ട. കുക്കറമ്മയോട് ഞാൻ പറഞ്ഞോളാം. പോകാൻ തയ്യാറായിക്കോ. കയറ്. താങ്ക് യു. ഹായ്. ഉറങ്ങുമായിരുന്നു? ആ, ഇതിനകത്തുള്ള സ്റ്റോർ റൂമിൽ ഒരു സാധനം എടുക്കാനുണ്ട്. ഹൗസ് ഓണർ കീ തന്നിട്ടുണ്ട്. ഇതൊന്ന് പിടിക്കോ? ഓ, ഇവിടെ ക്യാരംസ് ഉണ്ടായിരുന്നോ? പിന്നെ ഇതിനൊക്കെ ഞാൻ വന്നത്. ഫ്രോഡിന്റെ ആണോ? അല്ല, ശരിക്കും അവളുടെ പേരെന്താ? ബിബീഷ്. ബിബീഷ്. എന്തെങ്കിലും വാലുണ്ടോ? പി. ബിബീഷ് പി. ഇതിലും ബെറ്റർ ഫ്രോഡെന്നാ. ഫ്രോഡ്. നികിതനെ വീട്ടിൽ വിളിക്കുന്നത് നിക്കിന്നല്ലേ? അതെ. അതിനൊരു വള്ളി മാറ്റല്ലേ, അത് നക്കിന്നാ. മറി. ഫേസ്ബുക്കിലെ സെലിബ്രിറ്റി ഇവിടെ കഥ കളിച്ചിരിക്കുക. ഇത് ഞാൻ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇടും മോനെ. ഛേ, നിനക്ക് എൻ്റെ ഇമേജിനെ കുറിച്ചെങ്കിലും ഓർക്കായിരുന്നു. നിന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഇനി പുറത്തിറങ്ങി കിടക്കും? അയ്യേ, സക്കബർഗ് പോലും വായിച്ചിട്ടുണ്ടാവും നിന്റെ കമൻറ്റ്. നിന്റെ കൂട്ടുകാരനായതുകൊണ്ട് എനിക്കും കിട്ടി കുറേ തെറി മെസ്സേജ്. ഡാ, തെറി കേട്ട് നീ വട്ടായ. ഡാ ഉമ്മരെ, പടച്ചോനെ, ഇനി എന്താടാ? ഞാനെന്നാളെ കണ്ടടാ. വണ്ണ ആ ക്യാമറയൊക്കെ ഉണ്ടല്ലോ. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ലവ് ഫെയിലിയർ ആൽബം അപ്ലോഡ് ചെയ്യാം. എന്തേ? ഇന്ന് വൈകിട്ടായിരുന്നു സംഭവം. ഞാൻ കൈ കാണിച്ച അതേ ടാക്സിയിൽ അവൾ കയറിയത്. കയറിയപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ക്യാമറ താഴേക്ക് വീണു. വണ്ടി എങ്ങോട്ടോ പോയി. പക്ഷെ ഉമ്മച്ചി, അവളുടെ ആ സ്മൈൽ, മാൻ. The one. വീണ്ടും കഷ്ടം തന്നെ. നിന്റെ പെൺവർഗത്തോടുള്ള വെറുപ്പിൻ്റെ ആയുസ് ഇത്രേ ഉള്ളൂ. ഒരെണ്ണത്തിൻ്റെ കഴിഞ്ഞില്ല, അപ്പോഴത്തേക്കും എന്തേ അടുത്തത്. ഭക്ഷണം കൊണ്ട് തന്നെ വേണേ വന്ന് കഴിക്ക്. അല്ലെങ്കിൽ വേണ്ട, നീതും പിടിച്ചോണ്ട് ഇവിടുന്ന് ഞാൻ പോയി കഴിച്ചോളാം. നീ ഒന്ന് ഓർത്തു നോക്കേ, എത്രയോ പെൺപിള്ളേരെ നമ്മൾ ഡെയിലി കാണുന്നു. എല്ലാവരും നമ്മളെ അട്രാക്ട് ചെയ്യാറുണ്ടോ? എത്ര പേരെ നമ്മൾ നോട്ടീസ് ചെയ്യും? ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനൊന്നും നോട്ടീസ് ചെയ്യാറില്ല. ശല്യപ്പെടുത്തരുത് പ്ലീസ്. ഇപ്പോൾ ഒരു ക്രൗഡിൽ 100 കണക്കിന് ആളുകൾക്കിടയിൽ 2 കണ്ണുകൾ നമ്മൾ ക്യാച്ച് ചെയ്യും. ആ ഒരു മൂമെന്റ് അതെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ശരിയല്ലേ? ശരിയാണ്, വളരെ ശരിയാണ്. പക്ഷെ ആ മൂമെൻറ്റ് കഴിഞ്ഞാൽ അവരുടെ കണ്ണുകൾ ഡ്രോപ്പ് ചെയ്ത് അവരവരുടെ വഴിക്ക് പോകും. എന്തോ ഇതങ്ങനെയല്ല. ഒരു ഗട്ട് ഫീലിംഗ്. അവളുടെ ആ സ്മൈൽ, എവിടേക്കോ ഇനിയും ആ സ്മൈൽ കാണാനുണ്ടെന്നൊരു തോന്നൽ. ഇങ്ങനത്തെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാനൊരു സുഖമുണ്ട്. നിനക്കുമല്ലോ ഉമ്മറെ ഇങ്ങനത്തെ സ്വപ്നങ്ങൾ? പിന്നെ ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യണം. എല്ലാ ഗെയിം ലവേഴ്സും കോരിത്തിരിക്കണം. പിന്നെ സൂപ്പർ മോഡൽസും
കൊടുത്താൽ തീരാത്തത്ര ഡോളേഴ്സുമായി ഈ ലോകം കറങ്ങണം. വാ, നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിന്റെ മനസ്സിൽ ഗൺസ് മാത്രമേ ഉള്ളൂ, റോസസ് ഇല്ല. റോസാ പോയിക്കട തുടങ്ങടാ അവൻ്റെ മണ്ണും മണ്ണാങ്കട്ടെ. ഉമ്മച്ചി, നമുക്ക് അവളെ തേടി പോയാലോ? ഇതൊക്കെ ഒരു ഗെയിം കളിക്കണ പോലെ അല്ലേ? നീ എന്താ പറഞ്ഞ? ഗെയിം കളിക്കുന്ന പോലെയോ? ഇതാ ക്യാമറയുടെ ബാഗിൽ നിന്ന് കിട്ടിയതാ. നെഗറ്റീവ്സാ. ഞാൻ ബാഗ് ശരിക്കും നോക്കിയില്ല. നീ പറഞ്ഞ ശരിയാ, ഇതൊരു ഗെയിം കളിക്കുന്ന പോലെ. നമ്മുടെ കയ്യിലെ ക്ലൂ ആണ് ഈ ഫിലിം റൂൾ. കയ്യിലെ ക്ലൂ, തലയിലെ ബുദ്ധി, ഇത് രണ്ടും യൂസ് ചെയ്താൽ ഏത് ലെവലും വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഈ ഫിലിം ഡെവലപ്പ് ചെയ്താലോ? അതൊക്കെ ചീപ്പ് പരിപാടിയല്ലേ. അവളെന്ത് വിചാരിക്കും? നിന്റെ അമ്മായിയുടെ മോളൊന്നുമല്ലല്ലോ. എന്നാലത് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, പോ. എൻ്റെ ഒരു ക്യാമറ, മനുഷ്യൻ ക്യാമറ കണ്ടിട്ടില്ലല്ലോ. ഉമ്മരെ, എന്താടാ? നമുക്ക് ആ ഫോട്ടോസ് ഡെവലപ്പ് ചെയ്യാല്ലേ? അതൊക്കെ വളരെ ചീപ്പല്ലേ. അവളെന്ത് വിചാരിക്കും? അവളെന്ത് വിചാരിക്കാൻ? എൻ്റെ അമ്മയുടെ മോളൊന്നുമല്ലല്ലോ. അങ്ങനെ ആ ഫിലിം റോൾ ഡെവലപ്പ് ചെയ്യാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. ഉമ്മറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലെവൽ 1. ഇതെന്താണെന്നറിയോ നിനക്ക്? ക്യാമറ. ദിസ് ഇസ് എ വർക്ക് ഓഫ് ആർട്ട്. 80കളിലെ SLR ക്യാമറയാണ്. ഇന്നത്തെ പോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയായിരുന്നില്ല അന്ന് ഫോട്ടോഗ്രാഫി. 12 ഫോട്ടോസ് മാത്രം പതിയുന്ന ഫിലിം റോളാണ്. ഒരിക്കൽ പതിഞ്ഞതാ. ഡിലീറ്റ് ചെയ്യാനോ റീപ്ലേസ് ചെയ്യാനോ പറ്റില്ല. ഇൻസ്റ്റഗ്രാമിൻ്റെയും സെൽഫീസിൻ്റെയും ഈ കാലത്ത് ഇങ്ങനെ ഒരു ക്യാമറ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് നമ്മളോട് എന്തോ പറയാനുണ്ട്. ഇതിലെ ഓരോ ഫോട്ടോസിൻ്റെയും പുറകിൽ എന്തെങ്കിലും ഒരു കഥയുണ്ട്. നമുക്ക് ആ കഥകൾ സെർച്ച് ചെയ്ത് പോയാലോ? അല്ല, ഈ പേനെ പോലും ക്യാമറയുള്ള ഈ കാലത്ത് ഇതുപോലൊരു പഴഞ്ചൻ ക്യാമറയും തൂക്കി നടക്കണം അവളെ ഞാൻ സമ്മതിച്ചു. അല്ല, ഇനിയിപ്പോൾ നീ കണ്ടതുപോലെ അമ്മൂമ്മയെ മറ്റുമാണോ? നീ വണ്ടി കയറും. ബാ, വീട്ടിൽ പോയിട്ട് നോക്കാം. പന്ത്രണ്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഫിലിം റോളാണ്. 7 എണ്ണം എടുത്തിട്ടുള്ളൂ. ഇത് 2 എണ്ണം കയ്യിൽ നിന്ന് പോയി, കണ്ടില്ലേ? ബ്ലഡാ. ഇനി ബാക്കി കയ്യിൽ 5 എണ്ണം. ദാസ, ഏതാടാ ഈ അലവലാതി? ഹായ്, വില്ലന്റെ പടം തന്നെ കിട്ടിയല്ലോ ഫസ്റ്റ്. ഏതായാലും നിന്റെ വണ്ണുണ്ട്, ഒരലവലാതി ഉണ്ട്, പിന്നെ നമുക്കറിയാത്ത കുറെ സ്ഥലങ്ങൾ. എന്താ ഈ സ്ഥലങ്ങളുടെ പ്രത്യേകത? സോ റാൻഡം. സാധാരണ ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് നീ പിന്നെയും മനസ്സിലാക്കരുത്. നീ ആദ്യം പറഞ്ഞപ്പോൾ നിന്റെ സ്ഥിരം റൊമാൻറ്റിക് നോഷനാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പം എന്തോ ശരിയാണെന്ന് തോന്നുന്നു. ഈ ഫോട്ടോസിനും സ്ഥലങ്ങൾക്കും എന്തോ ഒരു കണക്ഷൻ. യു നോ വാട്ട് ഐ മീൻ? നമുക്കാദ്യം സ്ഥലങ്ങൾ കണ്ടുപിടിക്കാം. നിന്റെ അഡ്വഞ്ചർ സ്പിരിറ്റ് ഒക്കെ ഗെയിമിങ്ങിൽ മാത്രം പോരെ? യെസ്, അഡ്വഞ്ചർ, ദാറ്റ്സ് ദ വേർഡ്. നമ്മുടെ ഈ ബോറിംഗ് ലൈഫിൽ ഒരു അഡ്വഞ്ചറൊക്കെ വേണ്ടേ? ഓക്കെ, ഇതൊരു നിമിത്തമാണെങ്കിലും നമ്മുടെ കാസബ്ലാങ്കയിലെ ഡയലോഗ് പോലെ, of all the gin joints in all the towns in all the world, she walks into mine. ഈ ലോകത്തിലെ എല്ലാ നഗരങ്ങളിലെയും എല്ലാ ടാക്സികളുടെയും ഇടയിൽ അവൾ നിന്റെ ടാക്സി തന്നെ വന്ന് കയറിയത് ഒരു നിമിത്തമായി കൂടെ? ശരി, സമ്മതിച്ചു. വാട്ട് നെക്സ്റ്റ്? ഈ ഫോട്ടോസിലെ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് നമ്മൾ അവളിലേക്ക് എത്തുന്നു, എന്നിട്ട് നിങ്ങൾ പ്രേമിക്കുന്നു, ഹൃദയങ്ങൾ കൈമാറുന്നു. ആരെയും അസൂയപ്പെടുത്തും വിധം നിങ്ങൾ ഈ നഗരം മുഴുവൻ ആടിപ്പാടി നടക്കുന്നു. വാ!